എല്ലാ ദിവസത്തെയും വൈകുന്നേരങ്ങളിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസം പോയി ഷോപ്പിംഗ് നടത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പോയിട്ട് വരുമ്പോഴാണ് വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഇന്നും എൻ്റെ കയ്യിൽ വീട്ടിലോട്ടുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ പച്ചക്കറിയുണ്ട്, മീനുണ്ട്, പിന്നെ ഒരു കുപ്പി പാലുണ്ട്, പിന്നെ 1/2 കിലോ വെളിച്ചെണ്ണയുണ്ട്. അതൊക്കെ കാട്ടാം കേട്ടോ. ഇന്ന് മേടിച്ച മീൻ എന്താണെന്ന് ഞാൻ കാണിക്കാം. ആദ്യമേ ഞാൻ ഈ പാൽക്കുപ്പി ഉണ്ടല്ലോ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ കേട്ടോ. 3 ദിവസത്തേക്കുള്ള ചായയുടെ പാലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. രാവിലെ മാത്രമേ നമ്മൾ ചായ ഇടാറുള്ളൂ, അതിന് മാത്രം മതി. നമുക്ക് 3 ദിവസത്തേക്കുണ്ട് കേട്ടോ ആ ഒരു കുപ്പി പാല്. അപ്പോൾ അതാ നമ്മൾ വാങ്ങിയ മീനാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് ഉലവ മീനാണേ. നമ്മളിവിടെ മുളക് ചാറൊക്കെയാണ് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പോഴത്തേക്കിനും ഇതാ നമ്മൾ 2 ചോളവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊതി കൊണ്ട് മേടിച്ചതാന്നേ, ഒത്തിരി നാളായി കേട്ടോ കഴിച്ചിട്ട്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കിനും അമ്മ ദാ ചോളം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലി ചെമ്പ് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ആദ്യമൊക്കെ ഇതിൽ ഇഡ്ഡലി പുഴുങ്ങി എടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടായതുകൊണ്ട് നമ്മളിതങ്ങനെ എടുക്കാറില്ല. എങ്കിലും അമ്മ ഇത് പുഴുങ്ങാൻ വെച്ചത് ഈ പാത്രത്തിലാട്ടോ. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നോക്കുന്നുണ്ട് വെന്തോന്നൊക്കെ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും നല്ലൊരു മണമാണേ. അങ്ങനെ വെറുതെ കഴിക്കാനായാലും നമ്മുടെ ഉപ്പും മുളകും കൂട്ടിയിട്ട് നമ്മൾ ഈ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാനായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. മൂത്ത് വിളഞ്ഞ ചോളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരവും കൂടെ കാണുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോളം കൊണ്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ഇനിയൊരു ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എന്തായാലും 2 പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട്. സീസണൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് വില കുറച്ച് കിട്ടുമല്ലോ. ഇതിപ്പോൾ 2 100 രൂപയാട്ടോ മേടിച്ചത്. ഒരു ചോളത്തിന് 50 രൂപ. 30 രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതൊന്നും കൂടി വേകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഇതാ മുറത്തിൽ തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി വെക്കാവേ. എല്ലാം കൂടി ആ പച്ചക്കറി ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കാം. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ചെല്ലുമ്പോൾ നടക്കൂല കേട്ടോ. ഇതേപോലെ ഓരോരോ പാത്രങ്ങളിൽ ഇങ്ങനെ സെപ്പറേറ്റ് പറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പോയി എടുക്കാം കേട്ടോ. രാവിലത്തെ തിരക്കിന് ധൃതിക്കുമൊക്കെ ഇടയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പോയി എടുക്കാമല്ലോ. വെണ്ടയ്ക്ക പാത്രത്തിൽ വെണ്ടയ്ക്ക, നമ്മുടെ ഉരുളൻകിഴങ്ങും ഉള്ളിയും പിന്നെ നമ്മുടെ വഴുതനങ്ങയും ഒക്കെ ഞാൻ ഈ പച്ചക്കറി ബാസ്ക്കറ്റിൽ ഇട്ട് വയ്ക്കും കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ബീട്രൂട്ടും പിന്നെ ക്യാബേജ് ചിലപ്പോൾ ഒരു കവറിനകത്താക്കിയിട്ട് പൊതിഞ്ഞ് അതിൽ വെക്കും. അതിൽ വെറുതെ ഇതിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കതങ്ങ് ഉണങ്ങി ഒരുമാതിരിയൊക്കെ ആയി പോകുമല്ലോ. പിന്നെ നമ്മുടെ തക്കാളി, ക്യാരറ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ സ്ഥലത്ത് പിറക്കി വെക്കണം. നമ്മൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കാറൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ പെട്ടെന്ന് അഴുകി പോകുന്ന നമ്മുടെ മത്തങ്ങയും ചൊരക്കയും കുമ്പളങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അത് നമ്മൾ ആ മേടിച്ചുകൊണ്ട് വന്ന് ആ കവറിൽ തന്നെ കെട്ടിവെക്കും കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് അതാണ് നമ്മൾ പച്ചക്കറിയിൽ ആദ്യം എടുക്കുന്നത്. ആദ്യം തന്നെ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ അന്നോ പിറ്റേന്നോ ഫസ്റ്റിൽ വെക്കുന്നതാണ് സാമ്പാർ. കാരണം ഈ അഴുകി പോകുന്ന ഐറ്റംസൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ അധിക ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ തണുപ്പത്തിരുന്നാലും ഇത് വെറുതെ ഇരുന്ന് അങ്ങ് അഴുകിപ്പോവും. അങ്ങനെ നമ്മൾ അതിനെ കളയൂല കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കും. നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പിറക്കി വെക്കാം. ഈ നമ്മുടെ ആ മുരിങ്ങക്ക ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ അതൊക്കെ പെറുക്കി വെച്ചു. അപ്പോഴത്തേക്കിനും എൻ്റെ മാതാശ്രീ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് അതിലേക്ക് നമ്മൾ അരിഞ്ഞൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലോട്ട് നമ്മൾ 3-4 പച്ചമുളക് കീറി ഇടുന്നുണ്ട് കേട്ടോ. ഈ മീൻ നമ്മളിന്ന് മുളക് അരച്ചിട്ടല്ല, നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ജോലിക്കിടയിൽ എൻ്റെ മീനാക്ഷി അമ്മയുടെയും കല്യാണി അമ്മയുടെയും ഒക്കെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോയത് കൊണ്ട് വിശേഷങ്ങളൊക്കെ ഇടയ്ക്കൂടെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കല്യാണിയമ്മ 1-ാം ക്ലാസ്സിലായി കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നും കേൾക്കാം. ഇപ്പോൾ സ്ഥിരമായിട്ടും പുതിയ അത്ഭുതങ്ങളൊക്കെയാണ് വന്ന് പറയുന്നത് കേട്ടോ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ചോളമൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലിട്ട് നമ്മുടെ മുളക് ചമ്മന്തി അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കണം. അധികം എരിയില്ലാത്ത മുളകാട്ടോ. ഇതിൽ തേക്കാനായിട്ട് നമുക്ക് നാരങ്ങയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ മീൻകറിയും നമ്മൾ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറി ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോളമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ മീൻകറിയിലിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അവസാനം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു മണമായിരിക്കും മീൻകറിക്ക്. ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളിവിടെ
പൊതുവേ അവസാനം തിളച്ചിട്ട് വാങ്ങാറൊക്കെ ആകുമ്പോൾ കേട്ടോ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് 2 പേർക്കും കൂടി ചോറ് കഴിക്കാനായിട്ട് ഞാൻ മേടിച്ച പ്ലേറ്റാണ് കേട്ടോ. സ്കൂളിലിപ്പോൾ ഊണുണ്ടല്ലോ, നമ്മൾ കൊടുത്തു വിടണ്ട. അപ്പോൾ ഒരു പാത്രം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 2 പേർക്കും ഒരേപോലുള്ള പാത്രം മേടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അതിലാണ് ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. നാളെ ഇതിൽ കൊടുത്തു വിടണം സ്കൂളിൽ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയും രാവിലത്തെ കുമ്പളങ്ങ തോരനും ചോറുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നതേ. അപ്പോൾ 2 പേരുടെ പാത്രത്തിലും ഒരേപോലെ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. കല്യാണി ഇത്ര ചോറ് കഴിക്കൂല കേട്ടോ. ഇതിൻ്റെ പകുതി മിക്കവാറും ഞാൻ തന്നെ ഇങ്ങനെ എടുക്കും. പിന്നെ മീനാക്ഷി അമ്മയ്ക്ക് വലിയ പാടാണ്, എന്നാലും കുറച്ചിപ്പോൾ കഴിക്കും. അപ്പോൾ മീനാക്ഷി അമ്മയാണ് ഈ ചോറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. കല്യാണിക്കിനി കുറച്ച് കഴിച്ചിട്ട് മിക്കവാറും നമ്മളിനി വാരി കൊടുക്കേണ്ടി വരും. വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കിനും അമ്മയോ ഞാൻ ആരെങ്കിലും വാരി കൊടുത്തേ പറ്റുള്ളൂ, തന്നെ തിന്നൂല. ബഹളവും അടിയും വഴക്കും ഒക്കെ ആയിരിക്കും. പിന്നെ ഇന്നലത്തെ ഒരു ശകലം പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ കൊണ്ടുപോയി മീനാക്ഷിയുടെ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. തേങ്ങ അരച്ച് മീൻകറിയും പുളിശ്ശേരിയുടെ കഴിക്കാൻ നല്ല സ്വാദല്ലേ. അപ്പോൾ ഇതിന് എൻ്റെ ചോറാണ് കേട്ടോ. ചോറും നമ്മുടെ കുമ്പളങ്ങ തോരനും മീൻകറിയും പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ അച്ചാറുമാണ് കേട്ടോ. ഈ കടുക് ചതച്ചിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായാലുണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.